ദേഷ്യപ്പെട്ടിട്ട് പറയേ, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും അവനെ കാണിച്ചു കൊടുക്കരുത് എന്ന്. യാ അല്ലാ, എന്ത് വർത്താനാണ് അതൊക്കെ? എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? ഞങ്ങനെ പറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. ഒന്ന് തിരുത്ത, ഞാൻ അപ്പ ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെ ഒരു വെറുപ്പോ ദേഷ്യമൊന്നും എനിക്ക് അയാളോടില്ല. തിരുത്തണം, മരണത്തിന്റെ മുമ്പ് തിരുത്തണം. വലിയ രസം എന്താണെന്നറിയോ? മയ്യത്ത് കൊണ്ടുവച്ചാൽ മെഹ്റാബിന്റെ മുമ്പിൽ ജനാസക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ ഓരോരുത്തരിങ്ങനെ പറയും, പഠിച്ചവനെ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, നല്ലൊരു മനുഷ്യനാപ്പി മരിച്ചെടുക്കണത്. അയാൾ അങ്ങനെ പള്ളിക്ക് ആദ്യം വരുന്ന ആളെ, ഹൗദ് ക്ലീനാക്കുന്ന ആളായിരുന്നു, മുക്രിക്കാനെ വിളിച്ചോണ്ടുന്ന ആളായിരുന്നു, ഏതൊരു കാര്യത്തിനും സഹായിക്കുന്ന ആളായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾ ഈ നല്ല വർത്തമാനം ആ മയ്യത്തിനായി കിടക്കുന്ന മനുഷ്യനോട് പറയാറുണ്ടോ? അപ്പോഴല്ലേ ആ മനുഷ്യൻ അതുകൊണ്ട് കാര്യമുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊന്നും പറയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കോള എഴുതും, പിന്നെ സ്മരണിക, പിന്നെ അനുസ്മരണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫുള്ള് ഫിത്തിനെയാ പറയാം. മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആളെയ്ത്. എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യും? ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തൂടെ? ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനെ പറ്റി ഖൈർ പറയണ്ടേ? അവിടെ മുഖത്ത് നോക്കി പറയണ്ട, പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞൂടെ? അതെന്തൊരു വലിയ നന്മയാണ്. ആരെയും മുന്നിലിരുത്തിയിട്ട് പുകഴ്ത്താൻ പാടില്ല എന്നാ. അത് നമ്മുടെ രീതിയല്ല. പക്ഷെ ഒരാളുടെ അയാളുടെ പ്രസൻസിലല്ല, പക്ഷെ അയാളെ കുറിച്ച് നല്ലത് പറയാം. അയാൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരും, അറിഞ്ഞില്ല എന്ന് വരും. അറിയുമ്പോൾ അയാൾക്ക് ഇഷ്ടമായി എന്ന് വരും, സന്തോഷമായി എന്ന് വരും. അതൊന്നും പ്രശ്നമില്ല. അയാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളെ പുകഴ്ത്താൻ പാടില്ല. പക്ഷേ ഒരാളുടെ ബാക്കിൽ നിന്നുകൊണ്ട് അയാളെ പുകഴ്ത്തണമെന്ന, ഒരു മനുഷ്യന്റെ നന്മകൾ പറയണമെന്ന നമ്മുടെ ശരീഅത്ത് അങ്ങനെയാ. നമ്മളതൊന്നും പറയൂല. മരിച്ചു കഴിഞ്ഞാൽ അളിയൻ അങ്ങനെയായിരുന്നു, അളിയൻ ഇങ്ങനെയായിരുന്നു, ഏട്ടമ്പതിയാപ്പിൾ എങ്ങനെയായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ പോയി പറയേ, ജീവിച്ചിരിക്കുമ്പോൾ പോയിട്ട് സന്തോഷിപ്പിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാണാൻ, ആ രോഗി 10 കൊല്ലമായിട്ട് രോഗശൈലിയിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ, പോയി നോക്കാതെ, ഒന്ന് സലാം പറയാതെ അയാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വണ്ടി എടുത്ത് വരും എല്ലാവരും. വരണ്ടെന്നല്ല ഞാൻ പറയണത്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആളുടെ മുഖം കണ്ടാൽ അറിയുന്നൊരു സമയത്ത് ഇതിൽ എത്ര പേര് പോയി നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട്, നമുക്കൊന്ന് ഇറങ്ങി നടക്കാനാവാതെ ഒരു രോഗശൈലിയിൽ കിടക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരും, കൂടെ പഠിച്ചവരും, കൂടെ കളിച്ചവരും, കൂടെ ജോലി ചെയ്തവരും, കൂടെ നടന്നവരും ഒക്കെ ഒന്ന് വന്ന് കാണുമ്പോൾ ആ രോഗി കിട്ടുന്ന വലിയൊരു സന്തോഷമല്ലേ? രോഗിയെ സന്ദർശിക്കൽ എത്ര വലിയ കൂലിയാണ്. അപ്പൊ തിരിഞ്ഞു നോക്കൂല. ഒരു വല്യമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഓടിയെത്തും, അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ചെല്ലി, മരിച്ചിട്ടും ചെല്ലണം, പക്ഷെ ജീവിച്ചിരിക്കുമ്പോഴും ചെല്ലണം. ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഇബാദത്ത് വേറെ ഇല്ല എന്ന് പോലും ഹദീസിൽ വന്നിട്ടുണ്ട്. അത്ര വലുതാണ്. സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബിൽ മുഅ്മിൻ, ഒരാൾക്ക് സന്തോഷം നൽകുന്നത് അത്രമേൽ അല്ലാഹുവിന് ഇഷ്ടമാണ്.